ഉണ്ടാ? അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് ഇ കൊമേഴ്സ് ആണ്. BCOS 184. ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് വ്യാപാരം എന്നൊക്കെ നമുക്ക് പറയാം. ബിസിനസിന്റെ ഒരു അതിനൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് ഈ കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അനന്തമായ സാധ്യതകളൊക്കെയാണ് നമ്മൾ ഈ പുസ്തകത്തിൽ പരിചയപ്പെടുന്നത്. ഫസ്റ്റത്തെ ബ്ലോക്കില് ആദ്യത്തെ ഒന്നാമത്തത് ഇൻട്രൊഡക്ഷൻ ടു ഇ കൊമേഴ്സ് എന്നുള്ളതാണ്. ഇൻട്രൊഡക്ഷൻ ടു ഇ കൊമേഴ്സ്. അപ്പൊ അതിനകത്ത് നമുക്ക് എന്തൊക്കെയാ ആ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ബേസിക്സ് ഓഫ് ഇ കൊമേഴ്സ്. ഒരു ഇലക്ട്രോണിക് വ്യാപാരം നടത്തുന്ന സമയത്ത്, അതായത് ഈ നമ്മള് ഓൺലൈൻ ആയിട്ടൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പർച്ചേസിങ് നടത്തുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്റർനെറ്റ് ഹാസ് റെവല്യൂഷനൈസ്ഡ് ദ വേ വി ഡു ബിസിനസ്. അതായത് നമ്മൾ ബിസിനസ് നടത്തുന്ന എല്ലാ സാധ്യതകളിലും നമ്മൾ മാക്സിമം ആയിട്ട് ഇപ്പോ ഇന്റർനെറ്റിന്റെ ഉപയോഗം നിലവിൽ വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇറ്റ് ഹാസ് മെയ്ഡ് ഈസി ടു ആക്സസ് ടു വേരിയസ് കൈൻഡ്സ് ഓഫ് ഇൻഫർമേഷൻ. അത് നമുക്ക് ഒരുപാട് പലതരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഒരു വാണിജ്യ വ്യാപാര രംഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻകിട മത്സരങ്ങളാണുള്ളത്. ഓരോരോ കമ്പനികൾ തമ്മിൽ ഓരോരോ എന്താ ഒരു വസ്തുവിന്റെ തന്നെ പല ബ്രാൻഡില് കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൊഡക്ട്സ് തമ്മിൽ എല്ലാം ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ ഒരു മത്സരം, അതായത് മാർക്കറ്റ് പിടിച്ചടക്കുന്ന രീതിയിലുള്ള ഒരു മത്സരം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇന്റർനെറ്റ് നമ്മളെ വളരെയധികം സഹായിക്കുന്നു. വി നൗ ഹാവ് ആൻ ഓൾട്ടർനേറ്റീവ് ടു ദ ട്രഡീഷണൽ ഫോർമാറ്റ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ്. നമുക്കിപ്പോ പണ്ടത്തെ ബാർട്ടർ സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബാർട്ടർ സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ ബാർട്ടർ സമ്പ്രദായത്തിന് പകരമായിട്ട് ഇപ്പോ നമ്മൾ പൈസ കൊടുക്കുന്നു, സാധനങ്ങൾ വാങ്ങുന്നു എന്നുള്ള ഒരു സിസ്റ്റം വന്നു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഓൾഡ് ആയിട്ടുള്ള സാധനങ്ങൾ OLX-ലൊക്കെ ഇട്ട് നമ്മൾ വിൽക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലാണ് ഇന്ന് കാര്യങ്ങൾ നടന്നു പോകുന്നത്. സോ വി ക്യാൻ പെർഫോം ഓൾ ടൈപ്സ് ഓഫ് ബിസിനസ് ഫങ്ഷൻസ്. നമുക്ക് എല്ലാ തരത്തിലുള്ള ബിസിനസ് ഫങ്ഷൻസും ഓൺലൈൻ ത്രൂ ചെയ്യാൻ പറ്റും. മിസ് ഓൾറെഡി മുമ്പ് ക്ലാസ് എടുത്ത ബാച്ചുകാരോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാം ആക്സസ് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മളാണ് അതിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. പൈസയുടെ ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ടായിരിക്കും. അപ്പൊ ഓൺലൈൻ മണി ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോ ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ് ഓഫ് ഓൺലൈൻ ബിസിനസ്സസ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഓൺലൈൻ ബിസിനസിന്റെ ബേസിക്സ് ആണ്. അതിനെ നമ്മൾ ഇ കൊമേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഓൺലൈൻ ആയിട്ടുള്ള നടത്തുന്ന വ്യാപാരങ്ങളെ നമ്മൾ ഇലക്ട്രോണിക് കൊമേഴ്സ് അഥവാ ഇ കൊമേഴ്സ് എന്ന് വിളിക്കും. അപ്പൊ മീനിങ് ഓഫ് ഇ കൊമേഴ്സ്. ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇ കൊമേഴ്സ് ഓർ ഇലക്ട്രോണിക് കൊമേഴ്സ് ഈസ് എ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഓവർ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിലൂടെയുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ ഇ കൊമേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇ കൊമേഴ്സ് ഇൻവോൾവ്സ് ഓൾ ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ് റേഞ്ചിങ് ഫ്രം ബ്രെഡ്സ് ഓർ സോപ്സ് ടു എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് ലൈക്ക് കാർസ് ആൻഡ് പ്രോപ്പർട്ടി. അപ്പൊ നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും മേടിക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വലിയ വലിയ ആൾക്കാർ വലിയ വാഹനങ്ങളൊക്കെ സ്വന്തമാക്കിയതായിട്ടൊക്കെ പറയാം. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മേടിക്കാം. ഓൺലൈനായിട്ട് ഏത് സാധനങ്ങൾ, സോപ്പ്, നിത്യോപയോഗ സാധനങ്ങൾ, ഒരു നോർമൽ ആയിട്ടുള്ള നമ്മുടെ ഗുഡ്സ്, കമ്മോഡിറ്റീസ്, അതിന്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ലക്ഷറി കാർസ്, വില്ലാസ്, അപ്പാർട്ട്മെന്റ്സ്, ഇതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ചാൻസസ് നമുക്ക് ധാരാളമായിട്ടുണ്ട്. എവിടെ ഇരുന്നു കൊണ്ടും, ലോകത്തിന്റെ എവിടെ ഇരുന്നു കൊണ്ടും നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യാനുള്ള ഒരു അനന്തമായ സാധ്യത നമ്മുടെ മുന്നിൽ തുറന്നിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ മിസ് പറയുന്നത് നിങ്ങൾക്ക്? സുരഭിക്ക് ഷാലോമിനൊക്കെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് മാഡം. ഓക്കെ. അപ്പോ ഇത്രയും വരെ ക്ലിയർ അല്ലേ? ഇനി the web portal on which the e-business is conducted are of two types. നമ്മള് ഈ ബിസിനസിന്റെ വെബ് പോർട്ടൽ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ആണുള്ളത്. ജനറിക്കും ഉണ്ട്, സ്പെസിഫിക്കും ഉണ്ട്. ജനറിക് പോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓൾ ടൈപ്സ് ഓഫ് കമ്മോഡിറ്റീസ്. ജനറിക് പോർട്ടൽ എന്ന് പറഞ്ഞാൽ അത് എല്ലാ ടൈപ്പ് കമ്മോഡിറ്റീസും നമുക്ക് മേടിക്കാൻ പറ്റും അവിടെ നിന്ന്. ഇപ്പൊ നമ്മൾ ഒരു മൂലൻസ് ഒക്കെ പോലത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി എന്ന് വിചാരിക്കൂ.
നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് കമ്മോഡിറ്റീസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. എല്ലാ തരത്തിലുള്ള സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും. ഫ്ലിപ്കാർട്ട്, ആമസോൺ എടുത്തു നോക്കൂ. ഇപ്പൊ മിസ് ഇപ്പോ ആമസോണിൽ നിന്നാണ് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്. കുറെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഗുഡ് ക്വാളിറ്റി കാണുമ്പോ കുറച്ച് കുറഞ്ഞ കോസ്റ്റില് ക്വാളിറ്റി ഐറ്റംസ് ഒക്കെ കിട്ടുമ്പോൾ ആൾക്കാർക്ക് അത് മേടിക്കാനുള്ള ഒരു ടെൻഡൻസി വളരെയധികം കൂടുതലായിരിക്കും. അപ്പോ ആമസോൺ, അതുപോലെ ഫ്ലിപ്കാർട്ടിലും ആൾക്കാര് എന്താ പറയാ സ്ക്രീൻ ഗാർഡ് അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്. സ്പെസിഫിക് സെൽസ് സ്പെസിഫിക് പ്രൊഡക്ട്സ്, അതായത് ഇന്നതിന് വേണ്ടി മാത്രം. ഇപ്പൊ നമ്മൾ ഒരു അസുഖത്തിന് വേണ്ടി മേടിക്കും എങ്ങനെയാണ്, ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി ആ ഒരു അസുഖത്തിന് വേണ്ടി ആ ഒരു മരുന്ന് മാത്രമേ തരുള്ളൂ. മെഡിക്കൽ സ്റ്റോർ ആ ഒരു പർപ്പസ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. പിന്നെ നമുക്ക് ഈ ബിഗ് ബാസ്ക്കറ്റ് അങ്ങനത്തെയൊക്കെയുള്ള ഒരു ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനായിട്ട് നമ്മൾക്ക് ബിഗ് ബാസ്ക്കറ്റ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. അവിടെ നമ്മൾ ഒരുപാട് ഈ പത്രത്തിന്റെ കൂടെ, മനോരമ പത്രത്തിന്റെ കൂടെ ബിഗ് ബാസ്ക്കറ്റില് ഇന്ന് ഇത്ര സെയിൽ ആണെന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടാവൂലേ. സിരിപ്പിക്ക് മനസ്സിലായോ മിസ് പറഞ്ഞത്? മനസ്സിലായി. അങ്ങനെയാണ്. അപ്പൊ അത്രയും കഴിഞ്ഞാ പിന്നെ എന്താണ് ഇ കൊമേഴ്സ് എന്നുള്ളതിൽ സംശയമൊന്നും ഇല്ലല്ലോ. എളുപ്പല്ലേ? ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് എളുപ്പമുള്ളതല്ലേ? അതെ. ആ അപ്പൊ ഇ കൊമേഴ്സ് വെബ് പോർട്ടൽ എന്ന് പറഞ്ഞ ഒരു പോർട്ടൽ അല്ലെങ്കിൽ ഒരു വെബ് പോർട്ടൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സെവറൽ ഇന്റർ റിലേറ്റഡ് വെബ്സൈറ്റ്സ് ഓൺ എ സ്പെസിഫിക് തീം ആൻഡ് ആക്ട്സ് ആസ് എ സിംഗിൾ സ്റ്റോപ്പ് വിൻഡോ ഫോർ ദ വിസിറ്റേഴ്സ് ഫോർ ദാറ്റ് തീം. അതായത് നമ്മളിപ്പോ ഒരു വെബ് പോർട്ടൽ എന്ന് പറയുന്നത് ഒരുപാട് ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള പോർട്ടലുകളുടെ ഒരു കൂട്ടാണ്. അപ്പൊ നമ്മളൊരു ഗ്രൂപ്പ് ആണെങ്കിൽ, മിസ്സും സുരഭിയും ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ, നമ്മളുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കൂട്ടം എന്ന് പറയുന്നത് പോലെ എന്താ പറയാ, ഒരു ഇന്റഗ്രേറ്റഡ് കളക്ഷൻ ആണ്. ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി സമന്വയിപ്പിച്ചത്, അതിനാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതിന് ഒരു ഇന്റേണൽ സെർച്ച് എഞ്ചിൻ ഉണ്ടായിരിക്കും, പേഴ്സണലൈസ്ഡ് ലോഗിൻസ് ഉണ്ടായിരിക്കും. നമ്മുടെ തന്നെ ഒരു ഇന്റേണൽ ഒരു സാധനം നമ്മൾ വാങ്ങാൻ പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഒരു ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ പാസ്വേഡ് നമുക്കായിരിക്കും അറിയണ്ടാവുക. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഒരു മെയില് നമ്മൾ മാത്രമായിട്ടായിട്ട് ഉപയോഗിക്കേണ്ടാവുക. മനസ്സിലായോ? ഇനി എ വെബ് പോർട്ടൽ പ്രൊവൈഡ്സ് യൂസേഴ്സ് a more cohesive experience for which it is designated. അപ്പോ ഒരു കൊഹസീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇതുകൊണ്ട് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. മേടിക്കുന്ന ആൾക്കാർക്ക് ആ മേടിക്കാനും എളുപ്പത്തിന് മേടിക്കാം. ഇപ്പൊ തന്നെ ഇവിടെ ഇരുന്നു കൊണ്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഹോം ഡെലിവറി സംവിധാനങ്ങൾ വരെ ഉണ്ട്. ഓക്കെ ആണോ? അത്രയും മിസ്സേ ഇച്ചിരി വൈകിപ്പോയി, കാരണം സൂം അൺഇൻസ്റ്റാൾ ആയിരുന്നു. ഇറ്റ് ഫെസിലിറ്റേറ്റ് വിസിറ്റേഴ്സ് ടു ആക്സസ് ഓൾ ദീസ് ഫീച്ചേഴ്സ് ഇൻ എ യൂസർ ഫ്രണ്ട്ലി മാനർ. അപ്പോ എല്ലാ വിസിറ്റേഴ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. എല്ലാ ഫീച്ചേഴ്സും ഒരു യൂസർ ഫ്രണ്ട്ലി മാനറിൽ ഈ ഉപയോഗിക്കുന്ന ആൾക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതുമായിട്ട് ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് ആക്സസ് കൊടുക്കുന്നുണ്ടാവുക, ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ടാവുക. അവർക്ക് അതിനെ എങ്ങനെ ഉപയോഗിക്കണം, അവർക്ക് എങ്ങനത്തെയാണ് വേണ്ടത്. ഇപ്പൊ ഒരു വലിയ സ്ഥാപനത്തിൽ ഇരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ വലിയ നമ്മുടെ ലാലേട്ടനൊക്കെ പോലെ വലിയൊരാളാണെന്ന് വിചാരിക്കും. അദ്ദേഹത്തിന്റെ ഫോണില് ഒരുപാട് പങ്ക്ച്വൽ ആയിട്ട് കൃത്യമായിട്ട് ടൈം ടേബിളിൽ വരുന്ന കാര്യങ്ങള്, ചെയ്യേണ്ടുന്ന കാര്യങ്ങള്, ഇനി എന്തെല്ലാം പ്രോഗ്രാംസ് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ളത് ആയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള അതിന് എബിലിറ്റീസ് ഉള്ള ഒരു ഫോണൊക്കെ ആയിരിക്കും പർച്ചേസ് ചെയ്യണ്ടാവുക. മനസ്സിലായോ? A web portal which hosts the products and services details is called an e-commerce web portal. A web portal needs to be designed in such a way that sellers can provide its buyers a wide set of options of products, price choices, and related services that they offer using it as an online shopping platform. വെച്ചാല് ഒരു വെബ് പോർട്ടൽ എന്ന് പറയുന്നത്
എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലേഴ്സിന് സെല്ലേഴ്സ് വിൽക്കാൻ വെച്ചിരിക്കുന്ന ആൾക്കാരുടെ ചിന്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വിറ്റ് പോണം, ഇതെല്ലാം വിറ്റിട്ട് ഒരു ന്യായമായ ഒരു ലാഭം അവർക്ക് കിട്ടണം എന്നുള്ള അർത്ഥത്തിലാണ് വിൽക്കാൻ വേണ്ടി വച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ മുൻനിർത്തി, ആ ഒരു പൊതുവായ ധാരണയെ മുൻനിർത്തിയിട്ടാണ് കൊമേഴ്സ് അല്ലെങ്കിൽ വാണിജ്യം പ്രവർത്തിക്കുന്നത്. An e-commerce web portal provides a range of activities related to selling of products and services. Specially designed e-commerce software is used to manage these activities on the portal. ഈ ആക്ടിവിറ്റീസ് നമ്മൾക്ക് ഒരു സോഫ്റ്റ്വെയർ മുഖാന്തരമാണ് ചെയ്യുന്നത്. അങ്ങനെ അപ്പൊ അത് പോർട്ടലിൽ രേഖപ്പെടുത്തുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? ഇനി പിന്നെ ഇ കൊമേഴ്സ് സോഫ്റ്റ്വെയർ എന്താന്ന് വെച്ചിട്ടുണ്ട്. ഇ കൊമേഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇ കൊമേഴ്സ് സോഫ്റ്റ്വെയർ എൻഷുവേഴ്സ് സ്മൂത്ത് കണ്ടക്ട് ഓഫ് ദ എൻറ്റയർ ഓൺലൈൻ ബിസിനസ്. ഇ കൊമേഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മൊത്തത്തിലുള്ള ഓൺലൈൻ ബിസിനസ്സിന് എൻഷുർ ചെയ്യുന്നുണ്ട്, അതിന്റെ സ്മൂത്ത് കണ്ടക്ട് എൻഷുർ ചെയ്യുന്നുണ്ട്. And provides various facilities and utilities to both the buyer and the seller. പിന്നെ വേരിയസ് ഫെസിലിറ്റി, ആ ബയ്യർക്കും സെല്ലർക്കും കുറെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് പ്രീ സെയിൽ സർവീസും ഉണ്ട്, പോസ്റ്റ് സെയിൽ സർവീസും ഉണ്ട്. ചില സാധനങ്ങൾ വളരെ ഡെലിക്കേറ്റ് ആയിരിക്കും, അപ്പൊ അത് പൊട്ടാൻ തട്ടയും മുട്ടാതൊന്നും ചെയ്യാതെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കുക. ചിലത് പോസ്റ്റ് സെയിൽ സർവീസ് ഉണ്ട്, കാറൊക്കെ ആണെങ്കിൽ അവര് ഫസ്റ്റ് വാഷ് ഫ്രീ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായ? ഇനി എ ടിപ്പിക്കൽ ഇ കൊമേഴ്സ് സോഫ്റ്റ്വെയർ പ്രൊവൈഡ്സ് എ ഡെഡിക്കേറ്റഡ് എഞ്ചിൻ ഫോർ സെർച്ചിങ് വേരിയസ് പ്രൊഡക്ട്സ് ആൻഡ് ഓർ പ്രൈസ് പ്രിഫറൻസസ്. ഒരു ടിപ്പിക്കൽ ഇ കൊമേഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. അത് ആൾക്കാരുടെ പ്രൈസ് പ്രിഫറൻസ്, ആൾക്കാരുടെ പ്രൊഡക്റ്റ് പ്രിഫറൻസ് ഇതിനെ കുറിച്ചൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുക. നമ്മൾ ശരിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന സമയത്ത് തന്നെ ആൾക്കാർക്ക് ഇന്നത് അവർക്ക് ഇത്ര വേണ്ടതാണ്, മറ്റേത് അതിനോട് അത്ര താല്പര്യം ഇല്ലാത്ത പ്രൊഡക്റ്റ് ആണ്, ചിലത് താല്പര്യം കൂടുതലുള്ള പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ ലക്സിന്റെ സോപ്പ്, പിയേഴ്സിന്റെ സോപ്പ് അങ്ങനെ വെക്കുകയാണെങ്കിൽ, നീമിന്റെ സോപ്പ്, ലൈബോയുടെ സോപ്പ് എന്നൊക്കെ പറഞ്ഞു വെച്ചാല് ആൾക്കാർക്ക് ഏറ്റവും കൂടിയ ഒരു താല്പര്യമുള്ള സോപ്പ് ഏതാണ്? പിയേഴ്സ് ആണോ, വിവലാണോ എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ അതിനകത്ത് വരും. അങ്ങനെ ആൾക്കാർക്കിടെ ഇത് കൂടി വരുന്നതനുസരിച്ച്, അവർക്ക് ഇൻട്രസ്റ്റ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ വിലയും കൂടുന്നുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങളിപ്പോ സ്വർണത്തിന്റെ വിലയിലേക്ക് നമുക്ക് കാണാവുന്നതാണ്. ഇപ്പൊ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് എന്നൊക്കെ പറഞ്ഞു വന്നായിരുന്നു. അപ്പൊ ക്യൂട്ടി വന്ന സമയത്ത് അത് 10 രൂപയുടെ സോപ്പായിരുന്നു, മനസ്സിലായോ? പിന്നെ ഇപ്പൊ വില കൂടി. അപ്പൊ അത് നമ്മള് ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റിന് നമ്മൾ നല്ലൊരു പുഷ് കൊടുത്തിട്ട് ആ സ്ട്രാറ്റജി മുഖാന്തരമാണ് നമ്മൾ വാണിജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്. മനസ്സിലായി? ആ ഒരു ലീഡ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ആ പ്രോഡക്റ്റിന് അതിനുള്ള ഒരു കേപ്പബിലിറ്റി വരുന്നത്. മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടാ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ. ഇറ്റ് ഹെൽപ്സ് എ ബയർ ടു സെലക്ട് ദ ഐറ്റംസ് ടു ബൈ. അപ്പൊ നമ്മൾ മേടിക്കാൻ നിൽക്കുമ്പോ നമുക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാവുന്ന ഒരു സ്വാതന്ത്ര്യം അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ വിചാരിക്കണം ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും വേണം. ഇപ്പൊ മിസ്സിനായാലും സുരഭിക്കായാലും എവിടെ ചെന്നാലും എല്ലാ സാധനങ്ങളും കാണുമ്പോൾ നമുക്ക്, പ്രത്യേകിച്ച് ലേഡീസിന്റെ ഐറ്റംസ് ഒക്കെ, നമുക്കത് വേണം എന്നൊക്കെ തോന്നുന്നുണ്ടാവും. അപ്പൊ ചിലപ്പോ നമ്മളെല്ലാം വേണം എന്ന് പറയുമ്പോഴാണ് നമ്മുടെ പൈസയുടെ ആ ഒരു ഇത് മാറുന്നത്, ബഡ്ജറ്റിനെ എഫക്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് നമ്മള് കുറച്ചൊന്ന് വലിയും. അപ്പൊ അതാണ് സംഭവം. ഇറ്റ് എനേബിൾസ് സെക്യൂർ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ടു കംപ്ലീറ്റ് ദ ബൈയിങ്. അതാണ് പറഞ്ഞാൽ നമ്മള് നമ്മുടെ പൈസേനെയും കൂടി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഈ മോണിറ്ററി ട്രാൻസാക്ഷൻസിൽ സെക്യൂർ ആയിട്ടുള്ള ഒരു ഇത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. അത്രയും മനസ്സിലായോ? ബോറടിക്കണ്ടാ? ഇല്ല. എവിടെയാ വീട് സുരഭിയുടെ? എന്റെ വീട് അറക്കപ്പടി, പെരുമ്പാവൂര്. മനസ്സിലായി.
ഇറ്റ് എനേബിൾസ് സെക്യൂർ മോണിറ്ററി ട്രാൻസാക്ഷൻ അത് നമ്മൾ പറഞ്ഞു. ഇനി ഇ-കൊമേഴ്സ് സോഫ്റ്റ്വെയർ ഓൾസോ ഹെൽപ്സ് ദ ബയർ ടു കൊളക്ട് മൾട്ടിപ്പിൾ ഓർഡേഴ്സ് ഇൻ എ ഡെഡിക്കേറ്റഡ് ബാസ്കറ്റ് ആൻഡ് ചേഞ്ച് എനി ടൈം ഡ്യൂറിങ് ദ പ്രോസസ്. അപ്പൊ അതായത് ഇ-കൊമേഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓർഡേഴ്സ് ഒരു ഡെഡിക്കേറ്റഡ് ബാസ്ക്കറ്റിലേക്ക് ആക്കിയിട്ട് ആ ചേഞ്ച് ചെയ്യുന്ന ടൈം ഡ്യൂറിങ് ദ പ്രോസസ്. അതായത് നമുക്ക് കുറെ സാധനങ്ങൾ നമുക്ക് വേണ്ടതാണെങ്കിൽ എടുക്കാം. ഇപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് എടുക്കുമ്പോഴാണ് നമ്മൾ ബക്കറ്റ് ലിസ്റ്റിലേക്ക്, ഇപ്പൊ മിസ്സിന്റെ തന്നെ ബക്കറ്റ് ലിസ്റ്റിൽ കുറെ സാധനം ഉണ്ട്, ബക്കറ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി, പൈസ ഉണ്ടെങ്കിൽ വാങ്ങിയാൽ മതി, ക്യാഷ് ഓൺ ഡെലിവറി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ വളരെ സെക്യൂർ ആക്കുന്ന ഒരു രീതിയിലുള്ള ചില കാര്യങ്ങളാണ്. ഇനി അടുത്തത് ഇ-കൊമേഴ്സ് APIs. API എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്. ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വേ ടു പ്രോഗ്രാമാറ്റിക്കലി ഇന്ററാക്ട് വിത്ത് എ സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ കമ്പോണന്റ് ഓർ റിസോഴ്സ്. അപ്പൊ അതായത് നമുക്ക് വേറൊരു സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ കമ്പോണന്റുമായിട്ട് എങ്ങനെ സംവദിക്കാം, അത് നമ്മുടെ തന്നെ ബിസിനസിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുമായിട്ട് എങ്ങനെ സംവദിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇ-കൊമേഴ്സ് APIs ആർ യൂസ്ഡ് ടു എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ ഫ്രം വൺ ഫീച്ചർ ടു അനദർ. അപ്പോ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എങ്ങനെയാണ് ഈ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഫ്രം വൺ സോഫ്റ്റ്വെയർ ടു അനദർ, ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് മറ്റൊരു സോഫ്റ്റ്വെയറിലേക്ക് എങ്ങനെയാണ്, ഫ്രം വൺ പ്ലാറ്റ്ഫോം ടു അനദർ, ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊരു ബിസിനസ് പ്ലാറ്റ്ഫോമിലേക്ക് എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് നിയന്ത്രിക്കുന്നതാണ് ഈ പറഞ്ഞ API എന്ന് പറയുന്നത്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്. മനസ്സിലായ? ഇതിന് അതൊന്നും കൂടി ക്ലിയർ ആവും. അതായത് നമുക്ക് ഒരു ഒരു സോഫ്റ്റ്വെയറുമായിട്ട് ഇപ്പൊ നമ്മൾ ഒരു സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ കമ്പോണന്റ് ഉണ്ട്, നമ്മുടെ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഒരു സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ കമ്പോണന്റിനോട് നമ്മൾ എങ്ങനെയാണ് പ്രോഗ്രാമാറ്റിക്കലി ഇന്ററാക്ട് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിന് ഇപ്പൊ ഇതൊരു സിസ്റ്റം ആണെങ്കിൽ ഈ സിസ്റ്റത്തിന് ഒന്നും എറർ ഒന്നും വരാൻ പാടില്ല. പക്ഷെ അവിടെ നിന്ന് തരുന്ന ഇരിക്കുന്ന ഓപ്പോസിറ്റ് ഇരിക്കുന്ന സിസ്റ്റം, ആ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽസ് സ്വീകരിച്ചിട്ട് ഈ ബിസിനസ്സിനെ എങ്ങനെ ഈ ബിസിനസ്സിന് ഇ-കൊമേഴ്സ് നടത്തുന്നു, കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. മനസ്സിലായ? അതാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്. അതിന് പറയും ബാക്കി. ഇപ്പൊ ഒരു എക്സാമ്പിളിന് ഇ-കൊമേഴ്സ് API ഹെൽപ്സ് ഇന്റഗ്രേറ്റ് വേരിയസ് വെബ്സൈറ്റ് കണ്ടക്ടിങ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ്. അപ്പൊ അതായത് ഇ-കൊമേഴ്സ് API എന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണത്തിനെ പല തലത്തിലുള്ള ഈ വാണിജ്യ സ്ഥാപനങ്ങളുടെ ഇതിനെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് വേരിയസ് വെബ്സൈറ്റുകളെ കണ്ടക്ട് ചെയ്ത് ഡിഫറെന്റ് ആക്ടിവിറ്റീസ് നടത്തും. For example, there are the product information APIs for getting product details. അപ്പൊ അവർക്ക് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഈ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് സോഫ്റ്റ്വെയർ. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അവർക്ക് ഒരു ഇത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവരൊരു ഇത് നോക്കും. ദെൻ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇൻവെന്ററി API ഇൻവെന്ററി മാനേജ്മെന്റ് ട്രാക്ക് ചെയ്യും. ഓർഡർ API ഇൻവെന്ററി മാനേജ്മെന്റിന്റെ ഓർഡറിനെ ട്രാക്ക് ചെയ്യും. These APIs interact and make the e-commerce transactions possible. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നാണ്, സമന്വയിച്ചാണ് മൊത്തത്തിലുള്ള വാണിജ്യ ശൃംഖല എന്ന് പറയുന്നത് നിലനിൽക്കുന്നത്. മനസ്സിലായോ? ഇനി അടുത്തത് നമുക്ക് M-കൊമേഴ്സ് ആൻഡ് മൾട്ടി ചാനൽ കൊമേഴ്സ്. M-കൊമേഴ്സ് ആൻഡ് മൾട്ടി ചാനൽ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ M-കൊമേഴ്സ് എന്ന് പറഞ്ഞാല് M-കൊമേഴ്സ് ഓർ മൊബൈൽ കൊമേഴ്സ് ഇസ് ദ യൂസ് ഓഫ് ഡിജിറ്റൽ ഡിവൈസസ്. M-കൊമേഴ്സ് അല്ലെങ്കിൽ മൊബൈൽ കൊമേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിജിറ്റൽ ഡിവൈസസ് ഉപയോഗിച്ച്, സെൽഫോണോ ടാബ്ലറ്റോ ഒക്കെ ഉപയോഗിച്ച് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് ഓൺലൈൻ ത്രൂ നടത്തും. അതിനെയാണ് നമ്മൾ ഈ M-കൊമേഴ്സ് എന്ന് പറയുന്നത്. M-കൊമേഴ്സ് മനസ്സിലായ? മൊബൈൽ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻസ് നടത്തി സാധനങ്ങളൊക്കെ വാങ്ങുന്നു. ഓക്കെ. It facilitates commerce through mobile
മൊബൈൽ ഫ്രണ്ട്ലി ആപ്ലിക്കേഷൻ ഇന്റർഫേസസ് കോൾഡ് ആപ്സ് ഓർ ആപ്ലിക്കേഷൻസ്. അപ്പൊ ഇത് മൊബൈൽ ഫ്രണ്ട്ലി ആപ്ലിക്കേഷൻസ് ആണ്, ഇന്റർഫേസസ് ആണ്, ആപ്സ് ആപ്ലിക്കേഷൻസും ആണ്. മൾട്ടി ചാനൽ കൊമേഴ്സ് പ്രൊവൈഡ്സ് മൾട്ടിപ്പിൾ വേസ് ഫോർ ബിസിനസ് ടു ഇന്ററാക്ട് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി വിത്ത് കസ്റ്റമേഴ്സ്. അപ്പോ മൾട്ടി ചാനൽ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ഒക്കെ ആയിട്ട് നമ്മളിലേക്ക് തിരിച്ച് വരുന്നതാണ്. ബിസൈഡ്സ് എ വെബ് പോർട്ടൽ ഓർ എ മൊബൈൽ ഫോൺ, സെവറൽ അതർ ചാനൽ including social media accounts and even physical outlets are configured to provide ease of access to the buyers. Multi-channel commerce uses emails and social media as their digital marketing channel. അപ്പൊ പല പല ചാനലുകൾക്ക് പല പലതാണ് ഉള്ളത്. ചിലത് എന്താ ഈ പറഞ്ഞ മാതിരി അവർക്ക് നേരിട്ട് ആക്സസ് ഉണ്ട്, ചിലത് ഫോൺ ത്രൂ ആക്സസ് ഉണ്ട്, ചിലത് മൊത്തം ശൃംഖലകളുമായിട്ട് ആക്സസ് ഉണ്ട്. ഇതാണ് ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞത്. അത് ക്ലിയർ ആണോ? ആര് വിളിച്ച? മോൻ വന്നതാ. അടുത്തത് യൂസ് ഓഫ് എമർജിംഗ് ടെക്നോളജീസ് ഇൻ ഇ കൊമേഴ്സ്. അപ്പൊ എമർജിംഗ് ടെക്നോളജി ഇൻ ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇ കൊമേഴ്സ് നൗ ഇൻവോൾവ്സ് യൂസിങ് ഓഫ് ഡിഫറെന്റ് ന്യൂ ടെക്നോളജി. പുതിയ പുതിയ കുറെ ടെക്നോളജീസ് വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI. അവിടെ വാട്സാപ്പിലൊക്കെ വന്നിട്ടുണ്ട് മെറ്റ AI. പിന്നെ നമുക്ക് മെഷീൻ ലേണിംഗ് ഉണ്ട്, മെഷീൻ ലേണിംഗ് ടെക്നിക്ക് ML. പിന്നെ ആഗ്മെന്റഡ് റിയാലിറ്റി ഉണ്ട്, ആഗ്മെന്റഡ് റിയാലിറ്റി AR, വിർച്വൽ റിയാലിറ്റി VR, blockchain and many more. The new technologies provide customers with an enhanced user experience and comfortable user interface. ഇത്രയുമാണ് അതിനകത്തുള്ളത്. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ AI ഉണ്ട്, വിർച്വൽ റിയാലിറ്റി VR ഉണ്ട്, ഓഗ്മെന്റഡ് റിയാലിറ്റി AR ഉണ്ട്, ബ്ലോക്ക് ചെയിൻ ഉണ്ട്, ധാരാളം വേറെ ഇതുണ്ട്. The new technologies provide customers with an enhanced user experience. പുതിയ ടെക്നോളജീസ് വന്നിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ UX പിന്നെ UI, യൂസർ ഇന്റർഫേസ്. മനസ്സിലായ? വായിച്ചു നോക്കി. പുസ്തകമില്ലേ? ഞാൻ ടെക്സ്റ്റ് എന്റെ കയ്യിലില്ല ഇപ്പൊ. ഒരു മിനിറ്റ് അതിൽ വെള്ളം കുടിക്കട്ടെ. ഇനി നമുക്ക് ബാക്കി നോക്കാം. വൈ ഇ കൊമേഴ്സ്. അടുത്തത് എന്തുകൊണ്ടാണ് ഇ കൊമേഴ്സ് എന്ന് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇ കൊമേഴ്സ്? എന്തുകൊണ്ട് ഇ കൊമേഴ്സ് എന്ന് വെച്ചാൽ ഇ കൊമേഴ്സ് ഈസ് ഈസി ടു യൂസ്. അത് ഉപയോഗിക്കാൻ എളുപ്പമാണ്, അത് പ്രാബല്യത്തിൽ വരുത്താൻ എളുപ്പമാണ്. ഇക്കണോമിക്കൽ ആൻഡ് ആക്സസിബിൾ. അത് സാമ്പത്തികപരമായിട്ട് നമുക്ക് കുറച്ച് ലാഭമാണ്. ഇപ്പൊ ഒരാള് വണ്ടിയൊക്കെ ഓടിച്ച് നമുക്ക് ഒരു സാധനം ഡെലിവറിക്കൊക്കെ വരുമ്പോ ഡെലിവറി ബോയ്സിനും ഗേൾസിനും ഒക്കെ സാലറി കിട്ടും. അപ്പൊ അതും ഒരു നല്ല കാര്യമാണ്. ഇക്കണോമിക്കലാണ്. സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അടിത്തറ ഉണ്ടാക്കുന്ന ഒന്നാണ്. ദെൻ ആക്സസിബിൾ ആണ്, ആൾക്കാർക്ക് പൊതുവെ സാധ്യമായിട്ടുള്ള കാര്യമാണ്. A seller does not have to build a brick
ഒരു സെല്ലറിന് എന്താണ് ഒരു ബ്രിക്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ആൻഡ് മോട്ടർ ഫിസിക്കൽ സോപ്പ് ഫോർ സെല്ലിങ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഒരു സോപ്പ് മോട്ടോർ ഒരു ബ്രിക്കോ ഒരു സോപ്പോ ഒന്നും സെല്ല് ചെയ്യേണ്ടുന്ന അവസ്ഥ വരുന്നില്ല. ഒറ്റയ്ക്ക് ഒന്നായിട്ട് സെല്ല് ചെയ്യുന്ന വരുന്നില്ല. ആൾക്കാർ വന്ന് മേടിക്കുക, അല്ലെങ്കിൽ ബെസ്റ്റ് പ്രൊഡക്റ്റ് കമ്പയർ ചെയ്ത് മേടിക്കുക. സെല്ലേഴ്സിന് തന്നെ നേട്ടം ഉണ്ടാവും ഈ കൊമേഴ്സിലൂടെ. മനസ്സിലായോ? ഇപ്പൊ നല്ലൊരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ആവശ്യക്കാരുണ്ടായിരിക്കും. ബയേഴ്സ് ക്യാൻ കമ്പയർ varied prices and features of products available on the marketplace just sitting at any place. അപ്പൊ ബയേഴ്സിന് കാണാൻ സാധിക്കും ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ വിലയിൽ വരുന്ന മാറ്റങ്ങള്, ഇതൊക്കെ അറിയാലോ. സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ കാണുന്ന പോലെ തന്നെ നമുക്ക് പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പച്ചക്കറിക്ക് ഇത്രയാണ്, അരിക്ക് ഇത്രയാണ്, ഇപ്പൊ റിസർവ് ചെയ്തത് നല്ലതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവല്യൂഷൻ ഓഫ് ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഓഫ് വേൾഡ് വൈഡ് വെബ് ഇൻ 1991 മെയ്ഡ് ദ യൂസ് ഓഫ് ഇന്റർനെറ്റ് ഈസി. അപ്പോ വേൾഡ് വൈഡ് വെബ് അല്ലെങ്കിൽ WWWന്റെ ഇത് 1991 പുറത്തു വന്നു. 1994 Pizza Hut was the company to offer its pizza online in its site. ഫസ്റ്റ് ഓൺലൈൻ ആയിട്ട് പിസ്സ പറഞ്ഞത് പിസ്സ ഹട്ട് ആണ്. ഓക്കെ. അപ്പൊ സൈബർ മൺഡേസ് നമ്മൾ ആചരിക്കാറുണ്ട്. By 2005 the rise in the online purchase on certain day became so much that the term Cyber Mondays was used. സൈബർ മൺഡേ എന്നുള്ളത് ഉപയോഗിക്കുന്നുണ്ട്. അത്രയും മനസ്സിലായോ? ഓക്കെ മാഡം. പിന്നെ അടുത്തത് സോറി, അടുത്തത് ഇതിന്റെ ഈ റെവല്യൂഷൻ തന്നെ കാണിച്ചതാണ്. നയൻറ്റീൻ 94 എന്താ നടന്നത്, 96 എന്താ നടന്നത്, പിന്നെ 2000 എന്താ നടന്നത്, 2003 എന്താ നടന്നത്, 2006 എന്താ നടന്നത്, അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കണേ. അതായത് 1991 ദ വേൾഡ് വൈഡ് വെബ് ക്രിയേറ്റ് ചെയ്തു, WWW ക്രിയേറ്റ് ചെയ്തു. 1994 നെറ്റ്സ്കേപ്പ് ലോഞ്ചസ് നാവിഗേറ്റർ. വായിച്ചോളാന്നാണോ പറഞ്ഞത്? വായിച്ചോളാം. അതാ ഓർഡറിൽ, സീക്വൻഷ്യൽ ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. മീൻസ് ഓപ്പോസിറ്റ്. അത് നോക്കാം കേട്ടോ. ഈ ക്ലാസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ? ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇപ്പൊ കേറിയാണ്. ഉണ്ടാവും. ഇല്ല, 2 പാർട്ടിസിപ്പൻസിന് മാത്രമേ കാണിക്കുന്നുള്ളൂ. അത് നേരത്തെ വന്നോണ്ട് പോയതാണോ അറിയില്ല. അത് അവർക്ക് റെക്കോർഡർ ക്ലാസ് കിട്ടും. അതവര് വന്നോളും. സുരഭി ഇരിക്കി. അടുത്തത് ഇവല്യൂഷൻ ഓഫ് ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ദ പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നൗ ഡിജിറ്റൽ ഡിവൈസസ് സച്ച് ആസ് സ്മാർട്ട് ഫോൺസ് ആൻഡ് ടാബ്ലറ്റ് have widened e-commerce. Most businesses have online presence. The structure and nature of business have also changed. Changes have happened in trade practices, trade techniques and standards. E-commerce has increased the scope for businesses. അതായത് ഇ-കൊമേഴ്സിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് പ്രസന്റ് ആയിട്ട് ഇപ്പോഴത്തെ കാലത്ത് ഒരു 1994 തുടങ്ങി 2012 വരെ പറഞ്ഞിട്ടുണ്ട്. നൗ ഡിജിറ്റൽ ഡിവൈസസ് സച്ച് ആസ് സ്മാർട്ട് ഫോൺസ് ആൻഡ് ടാബ്ലറ്റ്സ് ഹാവ് വൈഡൻഡ് ഇ-കൊമേഴ്സ്. ഇപ്പോ സ്മാർട്ട് ഫോണുകളും ടാബ്ലറ്റുകളും ഒക്കെ ഇ-കൊമേഴ്സ് വൈഡൻ ആക്കിയിട്ടുണ്ട്. മോസ്റ്റ് ബിസിനസ്സസ് ഹാവ് ഓൺലൈൻ പ്രസൻസ്. മിക്ക ബിസിനസ്സിനും ഓൺലൈൻ പ്രസൻസ് ആണ്. The structure and nature of business have also changed.
ബിസിനസിന്റെ നേച്ചർ, അതിന്റെ സ്ട്രക്ചർ എല്ലാം വീണ്ടും മാറി. ചേഞ്ചസ് ഹാവ് ഹാപ്പൻഡ് ഇൻ ട്രേഡ് പ്രാക്ടീസസ്. ട്രേഡ് പ്രാക്ടീസിൽ ചേഞ്ചസ് വന്നു. ട്രേഡ് ടെക്നിക്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഇ-കൊമേഴ്സ് ഹാസ് ഇൻക്രീസ്ഡ് ദ സ്കോപ്പ് ഫോർ ബിസിനസ്സസ്. ഇ-കൊമേഴ്സ് ആണ് നമുക്ക് ബിസിനസ്സിനുള്ള സാധ്യതകൾ തന്നെ തുറന്ന് തന്നത്. ടൈപ്സ് ഓഫ് ഇ-കൊമേഴ്സ്. ഡിഫറെന്റ് മോഡ്സ് ഓഫ് കൊമേഴ്സ്. ഇ-കൊമേഴ്സ് ആർ ക്ലാസിഫൈഡ് ആസ് ബിസിനസ് ടു ബിസിനസ്, B2B. അതായത് ഒരു ബിസിനസ് മറ്റൊരു ബിസിനസ്സിന് ബിസിനസ് കൊടുക്കുന്നു, അവര് തങ്ങളിൽ ബിസിനസ് ചെയ്യുന്നു, അതിനെ നമ്മൾ B2B എന്ന് പറയും. ഇനി B2C ഉണ്ട്. B2C എന്ന് പറഞ്ഞാൽ ബിസിനസ് വേറൊരു കസ്റ്റമർക്ക് പർച്ചേസ് ചെയ്യാൻ കൊടുക്കും, സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ സെല് ചെയ്യും, അത് B2C. C2C ഉണ്ട്. C2C എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ടു കൺസ്യൂമർ ആണ്. അതായത് മേടിച്ച ആൾ തന്നെ വേറൊരാൾക്ക് വിൽക്കുക, എന്തെങ്കിലും ചെയ്യൂലേ നമ്മൾ വണ്ടിയൊക്കെ, അത്. പിന്നെ ഉള്ളത് C2B ഉണ്ട്, കൺസ്യൂമർ ടു ബിസിനസ്, കച്ചവടക്കാരന് ബിസിനസ്സിന് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാം. പിന്നെ അടുത്തത് B2G, ബിസിനസ് ടു ഗവൺമെന്റ്, ഗവൺമെന്റിന് ബിസിനസ് ചെയ്യാം. പിന്നെ C2A, കൺസ്യൂമർ ടു അഡ്മിനിസ്ട്രേഷൻ, കൺസ്യൂമർ അഡ്മിനിസ്ട്രേഷന് കൊടുക്കാം. കൺസ്യൂമറിന് അഡ്മിനിസ്ട്രേറ്റർക്ക് കൊടുക്കാം. ആൻഡ് P2B, പിയർ ടു പിയർ, രണ്ടും P2P ആണ്. ആൻഡ് D2C, ഡയറക്റ്റ് ടു കൺസ്യൂമർ, അത് D2C ഡയറക്റ്റ് ടു കൺസ്യൂമർ, കൺസ്യൂമർക്കാണ്. ഇത്ര മനസ്സിലായ? ഈ P2P അതെന്താ? B2B എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ്. അല്ല, അതായത് നമ്മള് ഒരു B2 ബിസിനസ്സുകാരൻ മറ്റൊരു ബിസിനസ്സുകാരനുമായിട്ട് അവരുടെ ബിസിനസ്സുകളെ ഇത് സംയോജിപ്പിച്ച് ബിസിനസ് നടത്താമെന്നുള്ള രീതിയിൽ പറയുന്നു. ലിക്വിഡേറ്റ് ചെയ്യാണ്ട് തന്നെ. D2C B2C എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു കൺസ്യൂമർ. ബിസിനസ് നടത്തുന്ന ആർക്ക് വിൽക്കാൻ വേണ്ടിയാണ് സാധനങ്ങൾ വെച്ചിരിക്കുന്നത്, അവർക്കൊക്കെ വരുമ്പോ പൈസ മേടിച്ചിട്ട് വിൽക്കുന്നു. മനസ്സിലായോ? പിന്നെ വേറെന്താ? ഡിഫറെന്റ് ടൈപ്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. പിന്നെ പിയർ ടു പിയർ മോഡൽ ഉണ്ട് ഇ-കൊമേഴ്സിന്റെ. പിയർ ടു പിയർ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടുപേരും പിയേഴ്സ് ആയിരിക്കും, അതായത് കൂട്ടുകാര് എന്നൊക്കെ പറയണ പോലെ രണ്ടുപേരും വേണ്ടപ്പെട്ട അങ്ങനത്തേല് റെഫേഴ്സ് ടു എ നെറ്റ്വർക്ക്ഡ് മോഡൽ ഓഫ് ട്രാൻസാക്ഷൻ വിത്തൗട്ട് ആൻ ഇന്റർമീഡിയറി. രണ്ടുപേരും ഒരേപോലെയാണ്, രണ്ടുപേരും ഒരേ ഇതാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് നമുക്കൊരു ചലന്തി വലയോ അല്ലെങ്കിൽ ഒരു കൂടോ അങ്ങനെയൊന്നും കെട്ടേണ്ട ആവശ്യമില്ല. ഒരു ഇന്റർമീഡിയറിയുടെ ആവശ്യമില്ല അവിടെ. മനസ്സിലായോ? അതാണ് പിയർ ടു പിയർ മോഡൽ. ഇറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂട്ടഡ് പ്ലാറ്റ്ഫോം ഇൻ വിച്ച് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ടേക്ക് പാർട്ട് ഇൻ ട്രാൻസാക്ഷൻസ് വിത്തൗട്ട് ആൻ ഇൻ ബിറ്റ്വീൻ തേർഡ് പാർട്ടി. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ടുപേരുമാണ് തീരുമാനിക്കുന്നത്, അവിടെ ഒരു തേർഡ് പാർട്ടിക്ക് യാതൊരു റോളും ഇല്ല. ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ദ ക്ലയന്റ് സെർവർ മോഡൽ. അത് ക്ലയന്റ് ഒരാള് മറ്റേ നമ്മുടെ ക്ലയന്റ് ആണെന്ന് പറഞ്ഞു വന്നിട്ട് നമ്മൾ അവർക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്ന ആ മോഡലല്ല, ഇത് പിയർ ടു പിയർ മോഡലാണ്. അപ്പൊ അതിനകത്ത് എന്തില്ല, പുറത്തുനിന്ന് ഒരു ഇത് വരുന്നില്ല, അനദർ ഒരു ഇന്റർമീഡിയറിന് ഇടനിലക്കാരന്റെ ആവശ്യമില്ല. അനദർ വേരിയേഷൻ ഓഫ് P2P മോഡൽ ഈസ് എനി ട്രാൻസാക്ഷൻ ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിങ്. ബൈയിങ്ങിന്റെ സെല്ലിങ്ങിന്റെ ട്രാൻസാക്ഷൻസിൽ വരുന്ന മാറ്റങ്ങളാണ്. അപ്പൊ ഒരു ഫ്രീ നോൺ പ്രോഫിറ്റ് സർവീസ് ഓർ ജനറേറ്റ് റവന്യൂ ബൈ അഡ്വർടൈസിംഗ് ടു യൂസ്. അതായത് നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് വന്നാൽ തന്നെ അപ്പൊ തന്നെ അതിന് മുന്നേ തുടങ്ങി തന്നെ അവർ എന്ത് തുടങ്ങും, അതിന്റെ ആഡ്. ഇപ്പൊ നോക്കിയേ, ഓണം വന്നല്ലോ, ഉണ്ണി പിറന്നല്ലോ, വേലി വരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞത് കുറേ ആയി തുടങ്ങിയിട്ട്, സമയം ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ അവരെന്ത് ചെയ്യാം, നമ്മുടെ ബിസിനസ്സിന് നമ്മള് ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വർടൈസ്മെന്റിൽ ശക്തമായിട്ടുള്ള ഒരുപാടധികം പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. അഡ്വർടൈസ്മെന്റ് ആൻഡ് പബ്ലിസിറ്റി മാനേജ്മെന്റ് വേറെ ഒരു സബ്ജക്റ്റ് ആണ്, മിസ് പറയാണ്. അപ്പൊ നമ്മള് ഭയങ്കരമായിട്ട് പരസ്യം ചെയ്യുക അല്ലെങ്കിൽ ക്യാൻവാസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പൊ അതും അതിനകത്ത് വരുന്ന ഒരു തെറ്റാണ്.
അങ്ങനെ ചെയ്തുകൂടാ. P2P എന്ന് പറയുമ്പോൾ അതിന് പിയർ ടു പിയർ ആണ്. രണ്ട് കൂട്ടുകാർ പോലുള്ള പിയർ ടു പിയറിൽ ഇന്റർമീഡിയറുടെ ആവശ്യമില്ല. പിന്നെ such services are operated as we non-profit for general revenue by advertising to users by selling users data. അപ്പൊ അതുപോലെ യൂസ് ചെയ്യുന്ന ആളുകളുടെ ഡാറ്റ മറ്റുള്ളവർക്ക് വിൽക്കുക, അതൊക്കെ വളരെ ക്രിമിനൽ ആയിട്ടുള്ള കാര്യമാണ്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ്, ക്രിപ്റ്റോ കറൻസി ആൻഡ് റൈഡ് ഷെയറിംഗ് ആർ എക്സാമ്പിൾസ് ഓഫ് P2P ഇ കൊമേഴ്സ്. അപ്പൊ അവർക്ക് എന്ന് പറഞ്ഞാൽ അവര് രണ്ടുപേരും സോഫ്റ്റ്വെയർ അവർക്ക് അറിയായിരിക്കും, ഓപ്പൺ സോഴ്സ് ആണ്. ഓൺലൈൻ മാർക്കറ്റ് പ്ലേസുകൾ അറിയായിരിക്കും. ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് മിസ് അധികം അറിയില്ല. ക്രിപ്റ്റോ കറൻസി, റൈഡ് ഷെയറിങ്, ഇതൊക്കെ P2P കാർക്ക് മാത്രമുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത് D2C ഉണ്ട്. D2C എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ടു കൺസ്യൂമർ മോഡലാണ്. ഡയറക്റ്റ് ടു കൺസ്യൂമർ മോഡലാണ്. Producer selling its products produced directly to consumer online. The D2C e-commerce model does not need the middleman. The traditional retailer business model deals with the bulk buying. So far, a manufacturer to start selling direct to consumer by would have to start selling individual items. അത് നിങ്ങൾ കേട്ടിട്ടാണ് ഇങ്ങനെ ആൾക്കാര് ബൾക്കായിട്ട് എടുത്തിട്ട് വിൽക്കുന്നത് കേട്ടിട്ടുണ്ടാ സുരഭി? ഹോൾസെയിൽ ആയിട്ട് നമ്മള് വാങ്ങിക്കും, അതാണോ? അതെ അതാണെന്നാണ്. D2C ആണ്. ട്രഡീഷണൽ മെത്തേഡ് അല്ല. നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് കിട്ടും. നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ പോയിന്റ് കിട്ടും. പിന്നെ ആ പോയിന്റ് കൊണ്ട് വേറെ ആൾക്കാരെ കൊണ്ട് വിൽപ്പിച്ച വീണ്ടും പോയിന്റ് കിട്ടും. ആ സാധനം മിസ് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. മിസ് താല്പര്യം ഉണ്ടായിരുന്നില്ല. അടുത്തത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇ കൊമേഴ്സ്. എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ 24/7 ഓപ്പൺ ആണ്. കാരണം എപ്പോഴാണ് ആൾക്കാർക്ക് ഒരു ആവശ്യം വരുന്നേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് സാധനത്തിനാണ് എപ്പോഴാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും 24/7 ഓപ്പൺ ആണ്. ഇപ്പൊ നമുക്ക് രാത്രി പോയി എന്തെങ്കിലും ഒരു സാധനം മേടിക്കേണ്ടി വന്നു, ഒരു എമർജൻസി കേസ് വന്നു, അന്ന് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഷോപ്പ് ഓപ്പൺ അല്ലാത്ത സമയത്ത് ഈ ഷോപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ ആയിരിക്കണം. ഓപ്പൺ ആണ് ഇ കൊമേഴ്സ് പ്രകാരം. അടുത്തത് ഡിസഡ്വാൻറ്റേജസ്. When ordering a product online, it often takes the long delivery time and more shipping charges. അതായത് നമ്മള് തന്നെ നമുക്കൊരു സാധനം വേണം എന്ന് പറയുന്ന സമയത്ത് അപ്പൊ അതിന് ആൻസർ ഇല്ല. കുറെ കാലം കഴിഞ്ഞിട്ടൊക്കെയാണ് അതിന്റെ തിരിച്ചുള്ള ഇതൊക്കെ വരുന്നത്. അപ്പൊ ചിലത് കറക്റ്റ് ആണ്. ഇപ്പൊ ആമസോണൊക്കെ കുഴപ്പമൊന്നുമില്ല. എന്നാലും മിസ് പറയാണ്, അവര് പറഞ്ഞിരിക്കുന്ന ഡിസഡ്വാൻറ്റേജ് അതാണ്. ചിലത് ഇന്നാള് പ്രശ്നങ്ങൾ ഉണ്ടായതൊക്കെ അറിയാലോ. ഇപ്പൊ നമ്മള് ഭയങ്കര ഡെലിവറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവര് അതൊന്നും ചെയ്യാതെ തിരിച്ചു വരുമ്പോ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത് അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളാവുന്നു. ഓൺലൈൻ നമ്മള് വാങ്ങുമ്പോൾ കുറെ അധികം ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ പൈസ തിരിച്ചു കിട്ടാതിരിക്കുക, നമ്മള് എന്താ പറയാ മണി ഫ്രോഡുകളിൽ വീണ് പോവാ, ഇതൊക്കെ ആവാതിരിക്കാൻ നോക്കണം കേട്ടോ. അടുത്തത് കസ്റ്റമർ ഡോണ്ട് നീഡ് ടു സ്റ്റാൻഡ് ഇൻ ക്യൂ ഓഫ് സ്റ്റോർസ്. അല്ലെങ്കിൽ കസ്റ്റമർ എന്ത് ചെയ്യണ്ട, കസ്റ്റമർ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. കസ്റ്റമർ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കടയിൽ വരിയായിട്ട് നിന്ന് മറ്റേ ബിവറേജിൽ ക്യൂ നിൽക്കണ പോലെ ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൺലൈനല്ലേ, അപ്പൊ വീട്ടിൽ കൊണ്ടുപോയി തരും. മനസ്സിലാവുന്നോ? ക്യാഷ് ഓൺ ഡെലിവറിയോ ക്യാഷ് പ്രീപെയ്ഡോ ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്തത് ഡിസഡ്വാൻറ്റേജ്. റീപേയിങ് യുവർ ഓൺലൈൻ പർച്ചേസ് മേ ബി മോർ ഡിഫിക്കൽട്ട് ദാൻ ബൈയിങ് എ ട്രഡീഷണൽ സ്റ്റോർ. അതായത് നമുക്ക് നമ്മുടെ ഓൺലൈൻ പർച്ചേസ് ചെയ്ത ഒരു സാധനം ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത സാധനം തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കടയിൽ പോയി മേടിച്ച് ഒരു സാധനം തിരിച്ചു കൊടുക്കുന്നതിനേക്കാളും ദുഷ്കരമായിരിക്കും. എന്താന്ന് മനസ്സിലായോ സുരഭിക്ക്? ഇല്ല. നമ്മൾ ഓൺലൈൻ വാങ്ങിച്ചതല്ലേ. അപ്പൊ ഓൺലൈൻ വാങ്ങിച്ചു, വന്ന വഴിക്ക് എന്തെങ്കിലും പറ്റി, ഫ്ലൈറ്റിൽ എന്തെങ്കിലും പറ്റി, ക്യാരേജിൽ എന്തെങ്കിലും പറ്റി, അല്ലെങ്കിൽ നമ്മൾ എടുത്തപ്പോ പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്
മാറ്റി തരാനായിട്ട് ഒറിജിനൽ കട വരെ വീണ്ടും പോവാന്ന് പറയുന്നതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഓൺലൈൻ വാങ്ങിയതാണെങ്കിൽ ചിലപ്പോ നമ്മൾ ആലുവയ്ക്കൊക്കെ പോകേണ്ടിയൊക്കെ വരും. അപ്പൊ നമുക്ക് അവിടെ നിന്ന് റിട്ടേൺ ചെയ്യാൻ വാങ്ങിയതൊക്കെ പറ്റുമല്ലോ. അവിടെ തന്നെ റിട്ടേൺ അങ്ങനെയില്ല. പക്ഷെ ട്രഡീഷണൽ ഒരു സ്റ്റോർ ആണെന്ന് വിചാരിക്കുക. ട്രഡീഷണൽ ഒരു സ്റ്റോർ, സാധാരണ ഒരു കട, അവിടെ ചെന്ന് നമ്മൾ മേടിക്കുന്നതാണെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ തന്നെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവര് അത് മാറ്റി തരികയോ ശരിയാക്കി തരികയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യും. മനസ്സിലായോ? സാധാരണ ഇപ്പൊ ഒരു കടയിൽ പോയി, ഇപ്പൊ ഇവിടെ ചേച്ചി വീടിന്റെ അടുത്ത്, മിസ്സിന്റെ വീടിന്റെ അടുത്ത് ഒരു കടയുണ്ട്. അപ്പൊ ആ ചേട്ടന്റെ അടുത്ത് പോയി ചേട്ടാ തേങ്ങ പൊട്ടിച്ചു, തേങ്ങ ചീത്തയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേട്ടൻ അപ്പൊ തന്നെ ഓൺ ദ സ്പോട്ടിൽ വേറെ തേങ്ങ തരാറുണ്ട്. പക്ഷെ നമ്മളിത് ഓൺലൈന് വഴി കുറെ സാധനങ്ങൾ ഓർഡർ ചെയ്ത് ഇവിടെ വന്ന ഒരു തേങ്ങ അല്ലെങ്കിൽ ഒരു വെളിച്ചെണ്ണ ഇതൊക്കെ നമ്മൾ ചെയ്ത് പൊട്ടിച്ച് നോക്കുമ്പോ ചീത്തയാണെങ്കിൽ അവരെ തിരിച്ചെടുക്കാനുള്ള സാധ്യതകളില്ല. മനസ്സിലായോ? വളരെ റെയർ ആണ്. മനസ്സിലായോ? ആ ഇനി അടുത്തത് ലാർജർ പ്രൊഡക്റ്റ് സെലക്ഷൻ. ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് എന്താ ഒരുപാട് വിശാലമായ ഒരു ലോകമാണ് നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടുന്നത്. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും മേടിക്കാം. നമുക്ക് വേണമെങ്കിൽ ഷീമാട്ടിന്ന് മേടിക്കാം, സീമാസിന്ന് മേടിക്കാം, ജയലക്ഷ്മിന്ന് മേടിക്കാം, എന്ത് വേണമെങ്കിലും. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അത്രയും വിശാലമായ ലോകത്തെ സ്വാതന്ത്ര്യം എന്നുള്ള അവസ്ഥയിലേക്ക് തുറന്നു വിട്ടിരിക്കുകയാണ് ഓൺലൈൻ ആയിട്ടുള്ള പർച്ചേസ്. പക്ഷേ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്നത് എല്ലാം നമ്മൾ മേടിക്കുന്ന എല്ലാം ചിലപ്പോ നല്ലതായിക്കോളന്നില്ല. ഒറിജിനല് ആയിട്ടുള്ള ആ സാധനം ആയിരിക്കില്ല എല്ലായിടത്തൊക്കെ ചെന്ന് കാണുമ്പോ കിട്ടുന്നത്. മനസ്സിലായോ? ഇനി പോസിബിലിറ്റി ടു ഷോപ്പ് ഫ്രം എനിവെയർ. എവിടെ നിന്നും ഷോപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഷോപ്പ് ചെയ്യാം, അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അടുത്തത് മണി സെക്യൂരിറ്റി ഓഫ് ദ കസ്റ്റമേഴ്സ് ഡിപ്പെൻഡ് ഓൺ ദെയർ ഓൺ വിജിലൻസ്. മണി സെക്യൂരിറ്റി അപ്പൊ അതായത് അവരവര് തന്നെ നമ്മൾ തന്നെ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് നമുക്ക് തന്നെ ഒരു ഗ്യാരണ്ടി വേണം. കാരണം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതുകൊണ്ടാണ് ആ പറയുന്നത്. ഓൺലൈൻ കൂടുതലാണ്, മറ്റേന് ബില്ലുണ്ട്, ഡയറക്റ്റ് ആണ്, സീലുണ്ട്. എന്നാലും ഇനി അട്രാക്റ്റീവ് ഡിസ്കൗണ്ട്സ് ആർ ഓഫേർഡ്. അതായത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസ്കൗണ്ടുകൾ ഓഫർ ചെയ്തിട്ടുണ്ട്. ലാക്ക് ഓഫ് പ്രൈവസി. ഓൺലൈൻ ആകുമ്പോൾ എന്ത് സംഭവിക്കും? പ്രൈവസി നഷ്ടപ്പെടും. ഇത് മനസ്സിലായോ? ആ ഫോണിന് ചാർജ് കൊടുക്കണം. അഡ്വാൻറ്റേജസ് ഓഫ് ഇ കൊമേഴ്സ്. എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട്? സേവ് ടൈം, നമ്മുടെ സമയം സേവ് ചെയ്യുന്നു. പിന്നെ ഓഫർ പേഴ്സണലൈസ്ഡ് കൺസ്യൂമർ പ്രിഫറൻസ്. പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കൺസ്യൂമർ പ്രിഫറൻസ് കൊടുക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവുമല്ലോ. അവരുടെ ലോയൽ സാധനങ്ങൾ അവരതൊക്കെ തന്നെ ആയിരിക്കും മേടിക്കുന്നുണ്ടാവുക. അത്. അടുത്തത് റെഡ്യൂസസ് റിക്കറിങ് കോസ്റ്റ്. വീണ്ടും വീണ്ടും കോസ്റ്റ് ഉണ്ടാവല് കുറയ്ക്കുന്നു. കസ്റ്റമേഴ്സ് റീടാർഗറ്റിംഗ് ഈസ് ഈസിയർ. സത്യം പറഞ്ഞാൽ വീണ്ടും നമുക്ക് വളച്ചൊടിച്ച് കുപ്പിയിലാക്കാൻ നമ്മൾ സാധനം മേടിപ്പിക്കുക എന്നുള്ളത്. ഈസി ടു ട്രിഗർ ആൻഡ് ഇമ്പൾസ് ബൈ. ഒരു ഇമ്പൾസ് ബൈ ട്രിഗർ ചെയ്യാൻ എളുപ്പമാണ്. അതായത് മേടിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഇത് അവരുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. അവർക്ക് അതാണ്. ഇപ്പൊ സുരഭിക്ക് ഏറ്റവും ഇതുള്ള കാര്യം എന്താന്ന് വെച്ചാൽ അതിന് ഒരു കൊളുത്തിടും, എന്നിട്ടാണ് മേടിപ്പിക്കുന്നത്. പിന്നെ റിവ്യൂസ് ആർ ഹെൽപ്ഫുൾ. ആൾക്കാരുടെ റിവ്യൂകളൊക്കെ കാണുമ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് വേണോ വേണ്ടയോ തീരുമാനിക്കാൻ പറ്റും. ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഹെൽപ്സ് കൺസ്യൂമർ. ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കൺസ്യൂമറിനെ ഹെൽപ്പ് ചെയ്യുന്നു. ലോ ഓപ്പറേഷൻ കോസ്റ്റ് കുറവാണ്. അതായത് പൈസ ഓൺലൈനേക്കാളും കുറവാണെന്ന്. ഓഫ്ലൈനേക്കാളും കുറവാണെന്ന്. ഇനി ക്വിക്ക് ആൻഡ് അഫോർഡബിൾ മാർക്കറ്റിംഗ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ സാധനത്തിന് ഫോട്ടോ എടുത്ത് അതിനകത്തേക്ക് ഇടാം. എന്നിട്ട്
അതിനകത്തേക്ക് ഇടാം. എന്നിട്ട് മാർക്കറ്റിംഗ് വേരിയസ് പലതരത്തിലുള്ള തന്ത്രങ്ങൾ നമുക്ക് പ്രയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ വേറെന്താ? മനസ്സിലായോ? ആ അടുത്തത് ഡിസഡ്വാൻറ്റേജസ്. ഇ കൊമേഴ്സ് ഹാസ് ഫ്ലെക്സിബിലിറ്റി വിത്ത് സർവീസ് ടു സർവീസ് ക്യാപ്പബിലിറ്റി. ഇ കൊമേഴ്സിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, സർവീസ് ക്യാപ്പബിലിറ്റി ഉണ്ട്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇ കൊമേഴ്സ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നോ ഫീൽ ആൻഡ് ടച്ച്. നമുക്കത് തൊട്ട് നോക്കിയിട്ടൊന്നല്ല മേടിക്കണേ, കാണാതെയാണ് നമ്മളത് മേടിക്കണേ. നോ ക്വാളിറ്റി ക്യാൻ ബി ഡിറ്റർമൈൻ. ക്വാളിറ്റി മനസ്സിലാക്കാൻ സാധിക്കും. നോ ഫിക്സ്ഡ് ഡേറ്റ ഫോർ ഡെലിവറി. ഒരു ഫിക്സ്ഡ് ഡേറ്റ് ഒന്നുമില്ല ഡെലിവറിക്ക്. സമയമാവുന്നതിന് മുമ്പോ സമയത്തിനോ കൊണ്ടുപോയി തരും. ഡിഫിക്കൽട്ടി ഇൻ പർച്ചേസിങ് പ്രഷ്യസ് പ്രൊഡക്ട്സ്. പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ചു കൊടുത്തില്ലെങ്കിലോ, അപ്പൊ അതുകൊണ്ടാണ് പർച്ചേസിങ് പ്രഷ്യസ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഡിഫിക്കൽട്ടി ഇൻ പർച്ചേസിങ് പ്രഷ്യസ് പ്രൊഡക്ട്സ്. മനസ്സിലായോ? ഹലോ, ഹലോ, ലാസ്റ്റ് പോയിന്റ് ഞാൻ കേട്ടില്ലായിരുന്നു. ഡിഫിക്കൽറ്റി ഇൻ പർച്ചേസിങ് പ്രഷ്യസ് പ്രൊഡക്ട്സ് എന്ന്. അതായത് പ്രഷ്യസ് ആയിട്ടുള്ള പ്രൊഡക്ട്സിലെ പ്രഷ്യസ് പ്രൊഡക്ട്സ്, ഗോൾഡും ഫർണിച്ചറും ഒക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞാല് നമ്മൾ ഓൺലൈൻ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കുന്നത് കുറച്ച് ടാസ്ക് ആയിരിക്കും, അതിന്റെ ബില്ല് ഉണ്ടെങ്കിലും. മനസ്സിലായ? ആ വിലയിൽ അത്ര മാറ്റവും വരും. സോ ഗോൾഡ് ഒക്കെ അങ്ങനെയല്ലേ. അടുത്തത് സൈറ്റ് ക്രാഷ് ഇഷ്യൂ. ദ ഫങ്ഷനിങ് of servers and the quality internet serving determine the online buying experience. Many times the sites get stuck and transactions fail. ചില സമയത്ത് ക്വാളിറ്റി ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ സൈറ്റ് ക്രാഷ് ആവാറുണ്ട്. സൈബർ ക്രൈം ആൻഡ് ഡാറ്റ പ്രൈവസി ഇഷ്യൂ. അൺസേഫ് ടു പ്രൊവൈഡ് പേഴ്സണൽ ഇൻഫർമേഷൻ വൈൽ പർച്ചേസിംഗ് ഓൺലൈൻ ബിക്കോസ് ഓഫ് സൈബർ ക്രൈം ആൻഡ് ഡാറ്റ പ്രൈവസി ഇഷ്യൂ. ഇത്രയും മനസ്സിലായില്ലേ? ഒന്നാമത്തെ ചാപ്റ്റർ ആണ്. സിനി വയ്യാണ്ട് ഉറങ്ങിപ്പോയി. കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെയാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇലക്ട്രോണിക് കൊമേഴ്സ് എളുപ്പല്ലേ? കുഴപ്പമില്ല. ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു.